പാച്ച് ആദംസ് എന്ന സിനിമയിൽ അണ്ടർ ആദംസ് പറഞ്ഞ മനുഷ്യൻ ശക്തമായ സൂയിസൈഡൽ ടെൻഡൻസി വന്നിട്ട് അയാൾ സ്വയം ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുകയാണ്. അവിടെ ചെല്ലുമ്പോഴാണ് അദ്ദേഹം മറ്റു രോഗികളെ കാണുമ്പോൾ തൻ്റെ രോഗം ഒന്നുമല്ല എന്ന് മനസ്സിലാക്കിയാണ്, തൻ്റെ സങ്കടം ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുകയാണ്. അവിടെ ആർദർ എന്ന് പറഞ്ഞൊരു പ്രായമുള്ള മനുഷ്യനുണ്ട്. അയാളൊരു മാത്തമെറ്റിക്കൽ ജീനിയസ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം എപ്പോഴും അവിടെ വരുന്ന ആൾക്കാരോടൊക്കെ ഈ 4 ഫിംഗേഴ്സ് ഉയർത്തി കാണിച്ചിട്ട് എത്രയെന്ന് ചോദിക്കും. സ്വാഭാവികമായിട്ട് ആൾക്കാർ 4 എന്ന് പറയും. അപ്പോൾ പറയും തെറ്റുത്തരാണ് എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ പോകും. അപ്പോൾ ഈ അണ്ടർ ആദംസിന് എന്താണ് ശരിയുള്ള ഉത്തരം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ആർദറിൻ്റെ അടുത്തൊരു ദിവസം പോവാണ്, മുറിയിൽ പോവാണ്. അപ്പോൾ ആർദർ ഈ ആദംസിൻ്റെ 4 വിരലുകൾ ഇങ്ങനെ പിടിച്ച് വെക്കും. തൻ്റെ മുഖത്തിന് മുമ്പിൽ ഇങ്ങനെ നിർത്തിയിട്ട് ചോദിക്കും, ഇത് എത്രയുണ്ട്? 4 ഫിംഗേഴ്സ്. അപ്പോൾ ആർദർ പറയും, നീ പ്രോബ്ലത്തിൽ ഫോക്കസ് ചെയ്യല്ലേ, പ്രോബ്ലത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടില്ല, നീ എന്നെ ഒന്ന് ഫോക്കസ് ചെയ്തേ. അപ്പോൾ ആദംസ് ഈ ഫിംഗേഴ്സിൻ്റെ ഇടയിലൂടെ അയാളുടെ മുഖം ഫോക്കസ് ചെയ്യാണ്. അയാളുടെ മുഖം ഫോക്കസ് ചെയ്യുമ്പോൾ അയാൾ 4 ഫിംഗേഴ്സ് അല്ലേ കാണുന്നത്, അത് 8 കാണും. ആദംസ് പറയും 8. ഇപ്പോൾ നീ കൃത്യമായിട്ട് ഉത്തരം പറയുന്നുണ്ട്. മറ്റുള്ളവർ കാണാത്തത് കാണുക, മറ്റുള്ളവർ മടി കൊണ്ടും പേടി കൊണ്ടും കാണാൻ ശ്രമിക്കാത്തത് കാണുക. അപ്പോൾ ലോകത്തെ പുതിയ കാഴ്ചയിലൂടെ കാണാൻ പറ്റും. ആദംസിൻ്റെ ഫോക്കസിൽ ഷിഫ്റ്റ് വരാണ്. തൻ്റെ ചുറ്റുമുള്ള സങ്കടത്തിലേക്ക് ഫോക്കസ് ചെയ്തപ്പോൾ ആദമിന് മനസ്സിലായി തൻ്റെ സങ്കടങ്ങളെ അല്ല എന്ന്. ഷിഫ്റ്റ് യുവർ ഫോക്കസ്, നമുക്ക് മനസ്സിലാവും നമ്മുടെ സങ്കടങ്ങളൊന്നുമല്ല. ഇത് ഗോസ്പലിൽ തോമസിനെ ഈശോ അങ്ങനെയാണ് സഹായിക്കുന്നത്. തോമസ് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അത്യാവശ്യം ധൈര്യമുള്ളൊരു മനുഷ്യനായിട്ടാണ് കണ്ടിരുന്നത്. നമുക്കും അവനോടൊപ്പം പോയി മരിക്കാമെന്നൊക്കെയാണ് തോമസ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ആ ധൈര്യം കാണിക്കേണ്ട സമയം വന്നപ്പോൾ തോമസിനെ കാണാനില്ല. തോമസിനെ കുരിശിൻ്റെ വഴിയിൽ, കുരിശിൻ്റെ ചുവട്ടിൽ നമ്മൾ കാണുന്നില്ല. തോമസിന് ഇത് വലിയൊരു മുറിവുണ്ടാക്കാണ്. അതുകൊണ്ട് തന്നെയാണ് കൂട്ടത്തിൽ പോലും തോമസിനെ കാണാതിരിക്കുന്നത്. തോമസ് ഒറ്റയ്ക്ക് ആ മുറിവിലിങ്ങനെ നിൽക്കുകയാണ്. അവിടെയാണ് ഈശോ തോമസിനോട് പറയുക, തോമസേ, നീ എൻ്റെ മുറിവ് നോക്കിയേ, നിൻ്റെ വിരൽ കൊണ്ടും നീ മുറിവിൽ കൈയിട്ടേ. തോമസ് ഈശോയുടെ മുറിവ് കണ്ടു കഴിയുമ്പോൾ പിന്നെ തൻ്റെ മുറിവിനെക്കുറിച്ച് തോമസ് ഓർക്കുന്നില്ല. തോമസ് പറയാൻ, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം, നിൻ്റെ മുറിവിൻ്റെ മുന്നിൽ എൻ്റെ മുറിവ് ഒന്നുമല്ലല്ലോ. തോമസിൻ്റെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യിക്കുകയാണ് ഈശോ. ഷിഫ്റ്റ് യുവർ ഫോക്കസ്.